ഇപ്പോൾ ഞാൻ കോഴിക്കോട് മാവൂർ റൂട്ടിലുണ്ട് കേട്ടോ. മാവൂർ റൂട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ ഒരു അത്ഭുത സ്ഥലത്താണ്. ഇത് അപ്ഡേറ്റ് ഡിജിറ്റൽ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്ഡേറ്റ് ഡിജിറ്റലിൻ്റെ ഒരു പ്രത്യേകത 24 മണിക്കൂറും ഇവിടെ മൊബൈലിൻ്റെ സെയിൽസ് ആൻഡ് സർവീസ് ഉള്ള കേരളത്തിലെ ഏക സ്ഥാപനം എന്ന് തന്നെ പറയാം. അപ്ഡേറ്റ് ഡിജിറ്റൽസിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമുക്ക് ഷോറൂമിലേക്ക് സന്ദർശിക്കാം. വാ. ഇതാണ് അപ്ഡേറ്റ് ഡിജിറ്റൽസിൻ്റെ ഷോറൂമിൻ്റെ ഉൾവശം. നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള സ്റ്റാഫിൽ കോർഡിനേറ്റ് ചെയ്യുന്ന ഇവിടുത്തെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. നമുക്ക് ഈ ഷോറൂം ഒന്ന് നടന്ന് കാണാം. അതോടൊപ്പം തന്നെ നമ്മൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ വേണ്ടി ഒരാൾ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. വാ. എന്നോടൊപ്പം ചേരുന്നത് അൽത്താഫ്കയാണ്. അൽത്താഫ്ക പിന്നെ ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങൾ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന മൊബൈൽ സർവീസ് ആൻഡ് സെൻറ്റർ, മൊബൈൽ ഷോപ്പ്, സെയിൽസും ഒന്ന് വിശേഷങ്ങളൊക്കെ നമ്മുടെ പ്രേക്ഷകരുണ്ട്. കേരളത്തിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ 24 hours സർവീസും സെയിൽസും ആയിട്ടുള്ള. ഇവിടെ തന്നെ നമ്മളൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ഈ ഇത് 24 hours ആക്കിയത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ഹോസ്പിറ്റലും 3 ബസ് സ്റ്റാൻഡും മൊബൈൽ എപ്പോഴും ആവശ്യമുള്ള. അപ്പോൾ അതെ, അപ്പം രാത്രി വന്നിറങ്ങി വന്ന ആൾക്കാർക്ക് എന്തെങ്കിലും പവർ ബാങ്കോ അല്ലെങ്കിൽ ചാർജറോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ കിട്ടുക. പല ആൾക്കാരും 24 hours ഉള്ളത് വളരെ ഉപകാരപ്രദമാണ്. കാരണം ഇപ്പം നമ്മുടെ മനുഷ്യരെല്ലാവരും മൊബൈലിനെ എപ്പോഴും ആശ്രയിക്കുന്നു, കൂടെ കൊണ്ട് നടക്കുന്നു, സന്തത സഹചാരിയാണ്. പെട്ടെന്ന് അതിന് ഒരു എന്താ പറയുക, ഒരു കംപ്ലൈൻറ്റോ പ്രശ്നങ്ങളോ വരുമ്പോൾ ലോകം തന്നെ നഷ്ടപ്പെടുന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറും. ശരിക്കും പറയുന്നത് വലിയൊരു ലോകത്തു നിന്ന് ഒറ്റപ്പെട്ടു പോയ ഒരു അവസ്ഥയാണ്. അപ്പം കുട്ടികൾ ബാംഗ്ലൂരിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന പിള്ളേർ അവരെ ഡിസ്പ്ലേ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അവർ ലാപ്ടോപ്പിൽ ഉണ്ടാവും കുറേ സാധനം, ഫോണിലും ഉണ്ടാവും കുറേ സാധനം. അപ്പോൾ അതെല്ലാം അവിടെ പോയിട്ട് അവർക്ക് കാണിക്കണം. അപ്പോൾ ബാംഗ്ലൂർ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇത് നന്നാക്കാനുള്ള സമയമല്ല. അപ്പോൾ ഇവർ ബസ് കയറുന്നതിൻ്റെ മുന്നേ തന്നെ 1 മണിക്കൂർ മുന്നേ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ സർവീസ് ഫുള്ളി ഫ്ലെഡ്ജ് സർവീസസ് ആണ്. എല്ലാ മെഷീനറിയും ഉണ്ട്. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കൊണ്ട് ഡിസ്പ്ലേ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ട് അവരുടെ ഡാറ്റാസ് കംപ്ലീറ്റ്. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള മൊബൈലിൻ്റെ ഡിസ്പ്ലേകൾ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. അതെ, എല്ലാം ഉണ്ട്. അപ്പോൾ ഈ നമ്മൾ സെയിൽസും കൂടി ഇല്ലേ, മൊബൈൽ സെയിൽസ് ഉണ്ട്. സെയിൽസ് വരുമ്പോൾ എല്ലാ കമ്പനിയുടെ ഉണ്ട്. ഓപ്പോ, വിവോ, റിയൽമി, റെഡ്മി, സാംസങ്ങിൻ്റെ കംപ്ലീറ്റ് റേഞ്ച്. അതായത് ഫോൾഡ് വരെ 1.5 ലക്ഷം റുപ്യൻ്റെ ഫോൾഡ് വരെ ഉണ്ട്. ഇപ്പം നമ്മുടെ ആളുകൾ, കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ വന്ന് ആവശ്യപ്പെടുന്ന മൊബൈൽ ഏതായിരിക്കും? ഇത് ഈ സാംസങ്ങിൻ്റെ തന്നെ വലിയ ഹൈ റേഞ്ചുള്ള മൊബൈൽസാണുള്ളത്. അതായത് ആ മുകളിലുള്ള ഇത് അത് ഫോൾഡായിട്ടുള്ള ബുക്കുമാതിരി തുറന്നിട്ടുള്ളത്. അതായത് ഒരു പിക്ചർ തന്നെ സ്ക്രീന് മടക്കുന്നത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ സ്ക്രീനായി മാറി. അപ്പോൾ ടാബുമാതിരി യൂസ് ചെയ്യാം. പിന്നെ ഹൈ എൻഡ് സ്പീക്കേഴ്സ് ഇതേമാതിരി അതൊക്കെ പാർട്ടി വെയറായിട്ട് എല്ലാ സാധനവും ഉണ്ട്. അതെ. ഐഫോണിൻ്റെതും ഉണ്ട്. ഈ ഹൈ എൻഡ് ഫോണുകളൊക്കെ S24 S25 അൾട്രാ, ഐഫോൺ ഇപ്പോൾ 17 ഇറങ്ങാൻ പോകുന്നു. അതിനൊക്കെ 24 മന്ത് ഇൻസ്റ്റാൾമെൻറ്റ് ഉണ്ട്. 0 കിട്ടും. 0 ഡൗൺ പേയ്മെൻറ്റിൽ അത് കാർഡുള്ള ആൾക്കാർക്ക് കിട്ടും. അല്ലാത്തവർക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഇൻസ്റ്റാൾമെൻറ്റോ 2 ഇൻസ്റ്റാൾമെൻറ്റോ അടച്ചാൽ അവർക്കും കിട്ടും. അപ്പം ഈ ഒരു ഫെസിലിറ്റി ഒരിക്കലും നമ്മളെ കസ്റ്റമർ ഒരിക്കലും ഒഴിവാക്കരുത്. കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാതരം സർവീസും, ഇനിയിപ്പോൾ ഏത് ഭാഗത്തുനിന്ന് ഏത് പാതിരാത്രി ആയാലും എന്ത് മൊബൈലിന് സംഭവിച്ചാലും ഇവരെ വന്ന് കോൺടാക്ട് ചെയ്യുക. അതിന് മുമ്പേ തന്നെ നമ്മളെ ചാനലിൽ തന്നെ നമുക്ക് പരസ്യത്തിൽ കൊടുക്കുന്നവരെ നമ്പർ കൊടുക്കുന്നുണ്ടാവും. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ. അത് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് ഇവർ പറഞ്ഞ് മനസ്സിലാക്കി തരും. പല ആൾക്കാരും ഒന്ന് പറയാറുണ്ട്, നിങ്ങൾക്ക് രാത്രി പുറത്തുനിന്നതിനെ കൊണ്ട് സെക്യൂരിറ്റി വൈസ് നമ്മൾ മാവൂർ റോഡ് ജംഗ്ഷനിൽ തന്നെ അതിനെ കൊണ്ട് എപ്പോഴും ഒരു പോലീസ് ഒരു വിജിലൻ്റ് ആയിരിക്കും. ഇവിടെ ഒരു റോന്ത് കൊണ്ടിരിക്കുന്നതിനെ കൊണ്ട് അവരും ഉണ്ട്. പിന്നെ നമ്മളെ തന്നെ വാച്ച്മാനും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കമ്മീഷണർ ഓഫീസൊക്കെ അടുത്തായിരുന്നു. അതെ. പിന്നെ ഫുള്ളി CCTV എല്ലാം ഇതിലായതിനെ കൊണ്ട്. ഇത് മാത്രമല്ല മാവൂർ റോഡിൻ്റെ ഹൃദയഭാഗത്ത്. അതെ. അപ്പം ഒന്നും മനസ്സിലാക്കല്ല, പെട്ടെന്ന് ഒരു ഐഡന്റിറ്റി പറയണമെങ്കിൽ കുരിശുപള്ളിക്ക് സമീപം അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് സമീപം എന്നൊക്കെ നമുക്ക് പറയാമല്ലോ. ഏതായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. നമ്മുടെ പ്രേക്ഷകർക്ക് ഇത്രയും ഇൻഫോർമേഷൻ ഒക്കെ കൊടുത്തതിൽ സന്തോഷം. എല്ലാവരും വരാൻ പറയും. തീർച്ചയായിട്ടും. അതെ,
എല്ലാവർക്കും കേരള വിഷൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അപ്ഡേറ്റിൻ്റെയും എൻ്റെ പേരിലും ഓണാശംസകൾ. ഞങ്ങളെ ഷോപ്പിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരാം. ഇതിലിപ്പം 50% വരെ ഡിസ്കൗണ്ട് പല സാധനങ്ങൾക്കും ഓണം പ്രമാണിച്ചിട്ടുണ്ട്. അത് വന്ന് വിറ്റ്നസ് ചെയ്യാം. പേപ്പറിൽ വലിയ പരസ്യവും മറ്റൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കമ്പനീസ് തരുന്ന ആനുകൂല്യങ്ങൾ തന്നെയാണ്. അതാണ് അവർ പേപ്പറിൽ വലിയ ഇതാക്കിയിട്ട് ഇവിടെ വരുമ്പോൾ അതിനെക്കാട്ടധികം നമ്മൾ സ്വന്തം ഇതായിട്ടുള്ളതും ഒക്കെ എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊക്കെ അധികവും നമ്മളെ സ്വന്തം ക്ലയൻസാണ്, അറിയുന്ന ക്ലയൻസാണ് വരുന്നത്. അവരൊക്കെ ഈ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാറില്ല, ഇവിടെ തന്നെ വന്നിട്ട് സാധനം എടുക്കും. അവർക്ക് ആ ബെനിഫിറ്റ്സ് നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. അല്ല, അത് അങ്ങനെയാണ്. ജനങ്ങളെപ്പോഴും ആ കാര്യങ്ങൾ കിട്ടുമ്പോൾ പെട്ടെന്ന് ഓടി വരികയാണല്ലോ. ഏതായാലും അപ്ഡേറ്റ്സ് ഡിജിറ്റൽസിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകളായിരുന്നു. S25 മൊബൈൽ ഈ സ്ഥാപനത്തിൽ നിന്ന് ഇദ്ദേഹം മേടിച്ചു. ഇപ്പോൾ സന്തോഷമായി. ഇതാരെ താല്പര്യം? മോന് വേണ്ടി. അപ്പോൾ ഓൺ ഓഫർ ആയതുകൊണ്ട് കുറെ കുറവുണ്ട് അല്ലേ? കുറവുണ്ട്. ഓക്കെ, ശരി. ഇപ്പോൾ കോഴിക്കോട് വിഷൻ ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും അപ്ഡേറ്റിൻ്റെയും എൻ്റെ വക ഓണാശംസകൾ ആശംസിച്ചുകൊണ്ട് താങ്ക് യു.